തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അകാരണമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സമര പരിപാടി സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ വാളാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ വഴി പോലീസ് സ്റ്റേഷൻ സമീപം എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ശ്രീ പാപ്പച്ചൻ തുടങ്ങിയ ശ്രീ എസ് ഗണേശൻ തുടങ്ങിയ INDCയുടെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പ്രതിഷേധ ജാഥയാണിത് ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ചോവന്നൂർ എന്ന ഗ്രാമത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അകാരണമായി മർദ്ദിച്ച പോലീസ് ഗുണ്ടകൾക്കെതിരെ നടപടി. തുടർന്ന് നടന്ന ജനകീയ പ്രതിഷേധ സദസ്സിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ അധ്യക്ഷനായിരുന്നു. മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായ സുജിത്തിന്റെ അതിരൂക്ഷമായ കസ്റ്റഡിയിലെ മർദ്ദനത്തിനെതിരായിട്ടുള്ള ജനകീയ വികാരം ആളിക്കത്തിക്കുന്നതിനു വേണ്ടി ഉള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ ജനകീയ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, DCC സെക്രട്ടറിമാരായ PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, KA സിദ്ദിഖ്, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തു. നിരവധിയായ പ്രവർത്തകരാണ് ജനകീയ പ്രതിഷേധ സദസ്സിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.